ജിമ്മിൽ പോകുന്ന ബിഗിനേഴ്സ് ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്കുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോസ് ജിമ്മിൽ പോയിക്കൊണ്ടിരിക്കുന്നവരും ഇനി പോകാൻ ആഗ്രഹിക്കുന്നവരും ഉറപ്പായും കാണേണ്ട വീഡിയോ ആണ്. ദയവായി ഈ വീഡിയോ മിസ് ചെയ്യാതെ ഇത് മുഴുവനായി കാണാനായിട്ട് ശ്രമിക്കുക. ഐ ആം രാജേഷ് കെ മോഹൻ. വെൽക്കം ടു മൈ ചാനൽ. നമുക്ക് ജിമ്മിൽ പോകുമ്പോൾ ആദ്യമായി നമ്മൾ ചെയ്യുന്നത് എന്താണ്? വാമപ്പ്. ഒരുപാട് ആളുകൾ ഈ വാമപ്പിനെ വളരെ ലാഘവത്തോടു കൂടി കണ്ട് മിസ് ചെയ്യുന്ന ആളുകളുണ്ട്. എന്നാൽ ഇതിന് ഓവറായിട്ട് കൂടുതൽ ബൂസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് സമയം വാമപ്പ് ചെയ്യുന്ന ആളുകളുമുണ്ട്. എന്നാൽ കൃത്യമായി പറഞ്ഞാൽ നമുക്ക് 5 മിനിറ്റത്തെ വാമപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമ്മുടെ എല്ലാ ജോയിൻസും നമ്മളൊന്ന് ലൂബ്രിക്കേറ്റ് ചെയ്യണം. എന്താണ് വാമപ്പിൻ്റെ ഗുണമെന്നും കൂടി ഞാൻ പറയാം. വാമപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചുറി നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ബോഡിയിലുള്ള സ്ട്രെച്ച് മാർക്ക് നമുക്ക് കുറയ്ക്കാനൊക്കെ സാധിക്കുന്ന ഒന്നാണ് വാമപ്പ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് 5 മിനിറ്റിൽ നമ്മുടെ വാമപ്പ് നമ്മൾ വൈൻഡപ്പ് ചെയ്തിരിക്കണം. രണ്ടാമത് ജിമ്മിൽ പോകുന്ന ബിഗിനേഴ്സ് ചെയ്യുന്ന ഒരു വലിയ തെറ്റാണ് ഓവർ ട്രെയിൻ ചെയ്യുക എന്നുള്ളത്. അതായത് ഒരുപാട് സമയം ട്രെയിൻ ചെയ്യും. പെട്ടെന്ന് മസിൽ വരണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഒരുപാട് സമയം അവർ വർക്കൗട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. കൃത്യമായി പറയുകയാണെങ്കിൽ 1 മണിക്കൂറാണ് നമുക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് കൃത്യമായി വേണ്ട സമയം. അത് മാക്സിമം നമുക്ക് 1.5 മണിക്കൂർ വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. പക്ഷേ അതിൽ കൂടുതൽ വർക്ക് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് ഒട്ടും നല്ലതല്ല. നിങ്ങളുടെ മസിൽ ബിൽഡിങ്ങിനെ അത് കറക്റ്റായിട്ട് അത് നടക്കത്തില്ല. അത് നെഗറ്റീവായിട്ട് നമ്മളെ ബാധിക്കാനും സാധ്യതയുണ്ട്. സോ നമ്മുടെ വർക്കൗട്ട് ടൈം 1 or 1.5 hours നമ്മൾ വൈൻഡപ്പ് ചെയ്തിരിക്കണം. 1.5 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ വീണ്ടും വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം സ്ട്രെസ് ഹോർമോൺസ് നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. അത് നമ്മുടെ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ മസിൽ ബിൽഡിങ്ങിനെ നെഗറ്റീവായി ബാധിക്കുന്നതാണ്. മറ്റൊരു കാര്യമാണ് ഹൈഡ്രേറ്റ് ചെയ്യുക എന്നുള്ളത്. വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ചില ആളുകൾക്ക് ധാരണയുണ്ട് വണ്ണം കുറയണമെന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കാതിരിക്കുക, വെള്ളം കുടിക്കാതിരുന്ന് ഒരുപാട് വിയർത്ത് കളഞ്ഞാലാണ് വണ്ണം കുറയുന്നത് എന്നൊക്കെ തെറ്റിദ്ധാരണയുണ്ട്. ചെറിയ തെറ്റാണ്. നിങ്ങൾ കൃത്യമായി ഹൈഡ്രേറ്റ് ചെയ്തിരിക്കണം. 1 hour വർക്കൗട്ടിനിടയ്ക്ക് മിനിമം 750 ml വെള്ളമെങ്കിലും നിങ്ങൾ കുടിച്ചിരിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട തെറ്റാണ് ജിമ്മിൽ പോകുന്ന ബിഗിനേഴ്സ് അല്ലെങ്കിൽ ജിമ്മിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ചെയ്യുന്നത്. അവർ ഏതെങ്കിലും ഒരു മസിൽ ഗ്രൂപ്പിന് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ട് അതിന് കൂടുതൽ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കും. കൂടുതലും ബൈസെപ്സും ചെസ്റ്റും ഒക്കെയാണ് അങ്ങനെ കണ്ടുവരുന്നത്. എന്നിട്ട് ലെഗ് പോലെയുള്ള വർക്കൗട്ടുകൾ അവർ സ്കിപ്പ് ചെയ്യും. അല്ലെങ്കിൽ ബാക്ക് വർക്കൗട്ട് സ്കിപ്പ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പല വർക്കൗട്ടും സ്കിപ്പ് ചെയ്ത് ഏതെങ്കിലും ഒരു മസിൽ ഗ്രൂപ്പിനെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നവരുണ്ട്. അതും വളരെ തെറ്റാണ്. നിങ്ങളുടെ ശരീരത്തിന് കൃത്യമായൊരു സിമെട്രി വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ആഴ്ചയിൽ നിങ്ങളുടെ എല്ലാ മസിൽ ഗ്രൂപ്പിനെയും കൃത്യമായ അളവിൽ വർക്കൗട്ട് ചെയ്തിരിക്കുക തന്നെ വേണം. അടുത്തതായി വരുന്ന മിസ്റ്റേക്കാണ് ജിമ്മിൽ പോകുന്ന ആളുകൾ കോമ്പൗണ്ട് വർക്കൗട്ടുകളെ മാക്സിമം ചെയ്യാതിരിക്കാൻ ശ്രമിക്കും. കോമ്പൗണ്ട് വർക്കൗട്ടുകൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നിൽ കൂടുതൽ മസിൽ ഗ്രൂപ്പുകൾ വർക്ക് ചെയ്യുന്ന എക്സസൈസുകളാണ് കോമ്പൗണ്ട് വർക്കൗട്ടുകൾ. അതായത് ചെസ്റ്റ് പ്രസ്, ബെഞ്ച് പ്രസ്, സ്ക്വാട്ട്, ഡെഡ് ലിഫ്റ്റ്, ഡിപ്സ് പോലെയുള്ള കോമ്പൗണ്ട് വർക്കൗട്ടുകളെ ഡ്രോപ്പ് ചെയ്തിട്ട് ഏതെങ്കിലും സിംഗിൾ പാർട്ടിന് ആക്ടിവേറ്റ് ആവുന്ന രീതിയിലുള്ള വർക്കൗട്ടുകൾ ചെയ്യും. അതും ഒരു വലിയ മിസ്റ്റേക്കാണ്. നിങ്ങളുടെ ബോഡിയുടെ ഓവറാൾ സ്ട്രെങ്തും നിങ്ങളുടെ ബോഡി സ്ട്രക്ചറും നിങ്ങളുടെ ബോഡിയിൽ നിങ്ങൾ നിൽക്കുന്ന ആ ഒരു പോസ്റ്ററും ഒക്കെ ക്ലിയർ ചെയ്യുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കോമ്പൗണ്ട് വർക്കൗട്ടുകൾ. അതുകൊണ്ട് എല്ലാ ദിവസത്തെ വർക്കൗട്ടിലും കോമ്പൗണ്ട് വർക്കൗട്ടുകൾ ആഡ് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട തെറ്റ് നിങ്ങൾ വരുത്തുന്നത് നിങ്ങളുടെ ബ്രീത്തിങ് ടെക്നിക്കിലാണ്. ബ്രീത്തിങ് ടെക്നിക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് പേര് ചെയ്യുന്നത് അവർ വെയിറ്റ് പുഷ് ചെയ്യുന്ന സമയത്ത് ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് പ്രസ് ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ അത് വളരെ തെറ്റാണ്. നിങ്ങൾ എപ്പോഴാണോ പ്രഷർ കൊടുക്കുന്നത് ആ സമയത്ത് എക്സ്ഹെയിൽ ചെയ്യുകയും നിങ്ങൾ റിലീസ് ചെയ്യുന്ന സമയത്ത് ഇൻഹെയിൽ ചെയ്യുകയുമാണ് ചെയ്യേണ്ടത്. അതായത് നിങ്ങളിപ്പോൾ ഒരു ബൈസെപ്സ് കേൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മുകളിലേക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങൾ എക്സ്ഹെയിൽ ചെയ്യണം. നിങ്ങൾ റിലീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇൻഹെയിൽ ചെയ്യണം. നിങ്ങളിപ്പോൾ ഒരു ചെസ്റ്റ് പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മുകളിലേക്ക് പുഷ് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾ പ്രഷർ കൊടുക്കുന്നത്. ആ സമയത്ത് നിങ്ങൾ എക്സ്ഹെയിൽ ചെയ്തിരിക്കണം. നിങ്ങൾ സ്ലോലി ഡൗൺ ചെയ്യുന്ന എക്സെൻട്രിക് കൺട്രാക്ഷൻ സമയത്ത് നിങ്ങൾ ഇൻഹെയിൽ ചെയ്യണം. ഈ രീതിയിൽ നിങ്ങളുടെ ബ്രീത്തിങ് കൃത്യമായി ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട മിസ്റ്റേക്കാണ്, അത് കൂടുതലും ഞാൻ ലേഡീസിലാണ് കണ്ടുവരുന്നത്. അവർ വെയിറ്റ് കുറയ്ക്കാൻ വന്നിട്ട് വെയിറ്റ് ട്രെയിനിങ് അധികം ചെയ്യാതെ കാർഡിയോ വർക്കൗട്ടിൽ അമിതമായി ഫോക്കസ് ചെയ്യാറുണ്ട്. പല വീഡിയോസിലും പല ഇൻഫ്ലുവൻസേഴ്സും നിങ്ങളോടൊക്കെ പറയാറുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, നിങ്ങൾ കാർഡിയോ വർക്കൗട്ട് മാത്രം ചെയ്ത് വണ്ണം കുറയ്ക്കുക എന്നുള്ളത് ശരിയായ നടപടിയല്ല.
ഓവറായിട്ട് കാർഡിയോ വർക്കൗട്ടുകൾ ചെയ്യേണ്ട കാര്യമില്ല. മാക്സിമം ഒരു 15-20 മിനിറ്റ് കാർഡിയോ വർക്കൗട്ട് ചെയ്താൽ മതി. ബാക്കി ടൈം നിങ്ങൾ വെയിറ്റ് ട്രെയിൻ തന്നെ ചെയ്യണം. അത് നിങ്ങളുടെ വെയിറ്റ് കുറയാനും നിങ്ങൾ വെയിറ്റ് ട്രെയിൻ ചെയ്യുന്നത് വളരെയധികം സഹായിക്കും. വെയിറ്റ് ട്രെയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മസിൽ ഡാമേജസ് റിക്കവർ ചെയ്യാനായിട്ട് ഒരുപാട് എനർജി നമ്മുടെ ശരീരം എടുക്കുന്നതാണ്. നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ മെറ്റബോളിസം ഹൈ ആവുകയും നിങ്ങളിൽ നിന്ന് ഫാറ്റ് എടുക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ അധിക സമയം കാർഡിയോ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക. അത് നിങ്ങളുടെ മസിൽ ലോസിന് വരെ കാരണമാകുന്നതാണ്. മറ്റൊരു വലിയ തെറ്റാണ്, ജിമ്മിൽ പോകുന്ന ആളുകൾ കൃത്യമായ ഫോം മെയിൻറ്റെയിൻ ചെയ്യാറില്ല, അല്ലെങ്കിൽ കൃത്യമായ മൈൻഡ് മസിൽ കണക്ഷൻ ഇല്ലാതെ വർക്കൗട്ട് ചെയ്യാറുണ്ട്. അത് കൂടുതലും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഒരു ജിമ്മിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും അവിടെ സർട്ടിഫൈഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ട്രെയിനേഴ്സ് ഉറപ്പായിട്ടും ഉണ്ടാവും. ആ ട്രെയിനേഴ്സിനോട് നിങ്ങൾ പോയി ചോദിച്ച്, നിങ്ങൾക്ക് ഡൗട്ടുള്ള വർക്കൗട്ടുകളെ പറ്റി ചോദിച്ച്, കൃത്യമായി അതിനെപ്പറ്റി ചോദിച്ച് അതിൻ്റെ കൃത്യമായ ഫോം മനസ്സിലാക്കി, അതിൻ്റെ ബ്രീത്ത് ഇൻ എവിടെയാണ്, ബ്രീത്ത് ഔട്ട് എവിടെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലാക്കി തന്നെ നിങ്ങൾ വർക്കൗട്ടുകൾ ചെയ്യണം. ഒരിക്കലും ഏതെങ്കിലും ഒരു വീഡിയോ യൂട്യൂബിൽ കണ്ടിട്ട് ടക്കന പോയി ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത്. അതുപോലെ തന്നെ നിങ്ങളൊരു വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡ് മസിൽ കോർഡിനേഷൻ കൃത്യമായിരിക്കണം. അതായത് നമ്മളിപ്പോൾ ചെസ്റ്റിനാണ് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫുൾ ഫോക്കസ് നമ്മുടെ ചെസ്റ്റിലോട്ട് കൊടുക്കുക. അത് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ആ സമയത്ത് വീട്ടിലെ കാര്യങ്ങളോ നിങ്ങളുടെ ഓഫീസിലെ കാര്യങ്ങളോ ഒരു കാര്യങ്ങളും ചിന്തിക്കരുത്. നിങ്ങൾ ഏത് ഏരിയയ്ക്കാണോ വർക്കൗട്ട് ചെയ്യുന്നത് ആ മസിലിനെ മാത്രം മൈൻഡിൽ കണ്ടുകൊണ്ട് വർക്കൗട്ട് ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ മൈൻഡ് മസിൽ കോർഡിനേഷൻ എന്ന് പറയുന്നത്. ആ മൈൻഡ് മസിൽ കോർഡിനേഷനും പ്രോപ്പർ ഫോമും കീപ്പ് ചെയ്ത് തന്നെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇഞ്ചുറികൾ ഉണ്ടാവും. നിങ്ങൾക്കറിയാം, നല്ല ജിമ്മുകളിലെല്ലാം നല്ല നല്ല ട്രെയിനേഴ്സ് ഉണ്ട്. അവരുടെ അടുത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിച്ച് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത ഒരു മിസ്റ്റേക്കാണ്, നിങ്ങളെല്ലാം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ടക്കന മതിയാക്കി റൂമിൽ കയറി ഡ്രസ് ചേഞ്ചിങ് റൂമിൽ കയറി വീട്ടിലേക്ക് പോകാറുണ്ട്. അത് ചെയ്യരുത്. നിങ്ങളുടെ കൂൾ ഡൗൺ നിങ്ങൾ കൃത്യമായി ചെയ്തു എന്ന് ഉറപ്പാക്കുക. നിങ്ങൾ ചെയ്ത വർക്കൗട്ട് ചെയ്ത മസിൽസിന് സ്ട്രെച്ചുകൾ കൊടുക്കുക. എന്നിട്ട് വേണം നിങ്ങളുടെ വർക്കൗട്ട് മതിയാക്കേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട മിസ്റ്റേക്കാണ്, ചില ആളുകൾ ജിമ്മിൽ വന്നു കഴിഞ്ഞാൽ ആദ്യമേ കാർഡിയോ ചെയ്യും. ഒരു അരമണിക്കൂറൊക്കെ കാർഡിയോ ചെയ്യും, അല്ലെങ്കിൽ 10-20 മിനിറ്റ് ഹൈ ഇൻറ്റൻസിറ്റിയിൽ കാർഡിയോ ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് വെയിറ്റ് ട്രെയിൻ ചെയ്യുന്നത്. അതും ഒരിക്കലും ചെയ്യരുത്. കാര്യം ഈ രീതിയിൽ നിങ്ങൾ കാർഡിയോ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ എനർജി നല്ല രീതിയിൽ ലോസ് ആവും. പിന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ ഒരിക്കലും സാധിക്കുന്നതല്ല. അപ്പോൾ അന്നത്തെ ദിവസം നിങ്ങളുടെ വെയിറ്റ് ട്രെയിൻ കംപ്ലീറ്റ് പോവും. അതുകൊണ്ട് കാർഡിയോ ചെയ്യുന്നത് എപ്പോഴും വർക്കൗട്ടിന് ശേഷം തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. ഇനി വർക്കൗട്ട് ചെയ്താൽ മാത്രം നമുക്ക് മസിൽ ഉണ്ടാകുമോ, നമ്മൾ ഹെൽത്തി ആകുമോ? ഒരിക്കലുമില്ല. അതിന് കൃത്യമായ ഡയറ്റ് നമ്മൾ ഫോക്കസ് ചെയ്യുക തന്നെ വേണം. ഒരുപാട് ആളുകൾ വന്ന് പറയാറുണ്ട്, ഞാൻ ഒരുപാട് കാലം കൊണ്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ചേട്ടാ, എനിക്ക് മസിൽ വരുന്നില്ല, എനിക്ക് അതാവുന്നില്ല, എന്തൊക്കെ കംപ്ലയിൻറ്റ്സ് വരുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ ഡയറ്റ് ക്ലിയർ അല്ലാത്തതായിരിക്കാം. നിങ്ങളുടെ ശരീരത്തിൽ കൃത്യമായ അളവിൽ പ്രോട്ടീൻ, എല്ലാവരും പ്രോട്ടീനെ പറ്റി പറയുമ്പോൾ പ്രോട്ടീൻ മാത്രമാണ് നമ്മുടെ ആഹാരത്തിന് വേണ്ടതെന്ന് വിചാരിക്കരുത്. കൃത്യമായ അളവിൽ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഫാറ്റും വൈറ്റമിൻസും മിനറൽസും നമ്മുടെ ഫുഡിൽ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ഫുഡ് പ്രോപ്പറായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വർക്കൗട്ടുകളെല്ലാം വേസ്റ്റായി പോകുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ഫുഡിൻ്റെ ഒരു 30% നമുക്ക് പ്രോട്ടീനും ഒരു അറൗണ്ട് 40% കാർബോഹൈഡ്രേറ്റും ഒരു 20-25% ഗുഡ് ഫാറ്റും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു നല്ല ഡയറ്റ്, ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു നല്ല ഡയറ്റ് നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. മറ്റൊരു പ്രധാന തെറ്റാണ് നിങ്ങൾ സപ്ലിമെൻറ്റ്സിൻ്റെ പുറകെ പോകുന്നത്. സപ്ലിമെൻറ്റ്സ് എല്ലാം ഒന്നും നമുക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് പ്രോട്ടീൻ്റെ ഒരു സപ്ലിമെൻ്റ് എടുക്കാം, നിങ്ങൾക്കൊരു ക്രിയാറ്റിൻ സപ്ലിമെൻ്റ് യൂസ് ചെയ്യാം, നിങ്ങൾക്ക് മൾട്ടി വൈറ്റമിൻ യൂസ് ചെയ്യാം, നിങ്ങൾക്ക് omega-3 യൂസ് ചെയ്യാം. അതൊന്നും അല്ലാതെ ഒരുപാട് പേര് വണ്ണം വയ്ക്കാൻ വേണ്ടി മാസ് ഗെയിനേഴ്സ് യൂസ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളെ എനിക്കറിയാമെന്നുള്ളതാണ്. പക്ഷേ അതൊക്കെ ഒരാവശ്യമില്ലാത്തതാണ്. അങ്ങനെ ഒരു മാസ് ഗെയിനറിൻ്റെ ഒന്നും നമുക്ക് ആവശ്യമില്ല. ഒരുപാട് ആവശ്യമില്ലാത്ത ഒരുപാട് സപ്ലിമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അധികം സപ്ലിമെൻറ്റ്സിൻ്റെ പുറകെ നിങ്ങൾ പോകണ്ട. നിങ്ങൾക്ക് ആവശ്യമുള്ള ഫുഡ് വൈറ്റമിൻസ് ആയിരുന്നാലും മിനറൽസ് ആയിരുന്നാലും ഒക്കെ നിങ്ങളുടെ ഫുഡിൽ നിന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വഴി. മറ്റൊരെണ്ണം നിങ്ങളുടെ റെസ്റ്റാണ്. നിങ്ങളിനി എത്ര വർക്കൗട്ട് ചെയ്തെന്ന് പറഞ്ഞാലും, നിങ്ങളിനി എത്ര നല്ല ഫുഡ് കഴിച്ചു എന്ന് പറഞ്ഞാലും, നിങ്ങൾക്ക് കൃത്യമായ റെസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാം പോയി. അതായത് നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ റെസ്റ്റ് കിട്ടുന്ന ടൈമിലാണ് നമ്മൾ വർക്കൗട്ട് ചെയ്തപ്പോഴുണ്ടായ ഇഞ്ചുറീസ് എല്ലാം റീഹാബ് ചെയ്യുകയും നമ്മുടെ മസിൽ ബിൽഡ് ചെയ്യുകയും ചെയ്യുന്നത് നമ്മുടെ ഉറങ്ങുന്ന സമയത്താണ്. അതുകൊണ്ട് നമ്മൾക്ക് ഒരു കൃത്യമായി ജിമ്മിൽ പോകുന്ന ഒരാളായിരുന്നാലും അല്ലെങ്കിലും ഒരു 6 to 7 hour കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡിസ്റ്റർബ് ചെയ്തുള്ള കുറച്ചല്ല ത്രൂ ഔട്ട് ഒരു 6 to 7 hour സ്ലീപ്പ് നമുക്ക് അത്യാവശ്യമാണ്.
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു നല്ല ഗോള് അച്ചീവ് ചെയ്യാൻ സാധിക്കൂ. ചില ആളുകൾ ജിമ്മിൽ പോകുമ്പോൾ ആദ്യം ചെറിയൊരു ചേട്ടാ എനിക്ക് കുറച്ച് മസിൽ വന്നു പിന്നെ ഒന്നും വരുന്നില്ല എന്ന് കഴിച്ച് ജിമ്മ് ഡ്രോപ്പ് ചെയ്യുന്നവരുണ്ട്. കുറച്ച് ഒരാഴ്ച പോയിട്ട് മതിയാക്കുന്നവരുണ്ട്. ഒരിക്കലും അങ്ങനെയല്ല. അല്ലെങ്കിൽ കൂടെ വന്ന ആളിന് മസിൽ വന്നു എനിക്കിതുവരെ വന്നില്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്. അതൊക്കെ ജെനറ്റിക്സിനെ ഡിപ്പെൻഡ് ചെയ്തുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾക്കും ഉറപ്പായിട്ടും ജിമ്മിൽ പോകുന്നതിൻ്റെ ബെനിഫിറ്റ്സ് എന്തായിരുന്നാലും ഉണ്ടാകും. പക്ഷേ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോവുക എന്നുള്ളതാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കൺസിസ്റ്റൻസി ഇസ് ദ കീ ടു സക്സസ് എന്നുള്ളത്. സോ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളുടെ ഹെൽത്ത് പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യുക, നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക, നിങ്ങൾ നല്ലൊരു ഡയറ്റ് എടുക്കുക, നിങ്ങൾ നല്ല റെസ്റ്റ് എടുക്കുക. ഉറപ്പായും നിങ്ങൾക്കുള്ള റിസൾട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും രാജേഷ് കെ മോഹൻ സൈനിങ് ഓഫ്.